ഇവിടെ ഈ ആളുകളെ കുറിച്ചും പറഞ്ഞതെന്താണ്? തവാഫൂന അലൈക്കും ബഅദുക്കും അലാ ബഅദിൻ, നിങ്ങളിൽ ചിലർ ചിലരുടെ മേലായിക്കൊണ്ടിങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് അവിടെ. അതുകൊണ്ടാണ് ഈ 3 സമയം പറഞ്ഞത്. അല്ലാത്ത അവസരങ്ങളിൽ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും നിയമം വെച്ച് കഴിഞ്ഞാൽ അത് പ്രായോഗികതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരം ആയത്തുകളൊക്കെ വിവരിച്ചു തരാണ്. വാക്ക് വളരെ കൃത്യമായി അറിവുണ്ട്. നിങ്ങളിൽ എന്ന കുട്ടികൾ, ഇപ്പൊ നേരത്തെ ലം യബ്ലുഗുൽ ഹുലുമ എന്ന് പറഞ്ഞില്ലേ, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ എന്ന് പറഞ്ഞില്ലേ. ഇനി പ്രായപൂർത്തി ആയാലോ അവര് പിന്നെ മുമ്പുള്ളവർ സമ്മതം ചോദിച്ചതുപോലെ ഇവരും സമ്മതം ചോദിക്കണം. മുമ്പുള്ളവർ സമ്മതം ചോദിക്കുന്നത് പോലെ ഇവരും സമ്മതം ചോദിക്കണം. അന്യരായ ആൾക്കാർ കടന്നു വരുന്നത് പോലെ തന്നെയാണ് അവരുടേതായ ഈ രൂപത്തിലുള്ള അവസരങ്ങളിലൊക്കെ എപ്പോഴും അവരും അനുവാദം ചോദിക്കണം എന്നാണ് ഇവിടെ അത് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് എന്തിനാണ്? അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. നിങ്ങൾ കൃത്യമായി തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അള്ളാഹുവിൻ്റെ ഓരോ നിയമങ്ങളും, റഹ്മാനായ റബ്ബിൻ്റെ ഓരോ നിയമങ്ങളും കൃത്യമായി തന്നെ അതേത് രൂപത്തിൽ എവിടെ പഠിപ്പിക്കപ്പെടണമെന്ന് കൃത്യമായി റബ്ബിനറിയാം. അത്തരം കൃത്യമായ അറിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനറിയാം, അവൻ്റെ അറിവ് അഗാധമായ അറിവാണ് അവനുള്ളത്. ഹക്കീമാണവൻ. ഓരോന്നിലും അടങ്ങിയിട്ടുള്ള യുക്തിയും എല്ലാ കാര്യങ്ങളും അവനറിയാം. അപ്പം എത്രത്തോളം സഹോദരങ്ങളെ ഇസ്ലാമികമായി ഒരാൾ മറ്റൊരാളുടെ ഔറത്ത് കാണുക എന്നുള്ളത്, അത് സ്വന്തം വീട്ടിലുള്ള മെമ്പർമാരാണെങ്കിൽ പോലും അതൊന്നും പാടില്ല എന്നുള്ള നിലക്കാണ് ഗൗരവത്തോടുകൂടെ ഇസ്ലാം ഈ കാര്യമൊക്കെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എത്രത്തോളം ഇസ്ലാം ഔറത്തൊരാൾ മറക്കണം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ മനഃപൂർവ്വം ഔറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? ഇത്രത്തോളം ഇസ്ലാം പറഞ്ഞു, വീടിൻ്റെ അകത്ത് തന്നെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോടൊത്ത് നഗ്നമായി ഒരു പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി ഒരു പുതപ്പിനുള്ളിൽ നഗ്നമായി കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞു. എന്തിനാണ് ഇസ്ലാം ആ നിയമങ്ങളൊക്കെ പഠിപ്പിച്ച സഹോദരങ്ങളെ? ഇന്നത്തെ കാലഘട്ടം നോക്ക്, LGBT എന്നൊക്കെ പേരിട്ടിട്ട് ലെസ്ബിയൻസ്, പെണ്ണും തമ്മിലും അതുപോലെ തന്നെ ആണും തമ്മിലും ആർക്കും ആരെയും പ്രാപിക്കാവുന്ന, ആർക്കും ആരോടത്തും ജീവിതം പങ്കാളിയായി തെരഞ്ഞെടുക്കാവുന്ന ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിയാണ് ആണിന് പെണ്ണ്, പെണ്ണിന് ആണ് എന്നുള്ളത്. ആ പ്രകൃതിയെ ഒക്കെ താളം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അരാജകത്വം സൃഷ്ടിക്കുവാൻ ഗൂഢമായ ശ്രമം നടത്തുന്ന ദുശക്തികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ആണും തമ്മിലും പെണ്ണും തമ്മിലും ഒക്കെ ഇണചേർന്നോട്ടെ, ജീവിച്ചോട്ടെ. ആ രൂപത്തിലുള്ള വൃത്തികെട്ട സംസ്കാരങ്ങളിലേക്ക് ഇന്ന് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഈ ഭാഗം ആളുകൾ. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി. കണ്ടോ, ഇസ്ലാം പറയണ് ഒരാണും തമ്മിൽ ഒരു പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങരുത്. ആണും പെണ്ണും തമ്മിലല്ല, ആണും തമ്മിൽ കിടന്നുറങ്ങരുത്. പെണ്ണും തമ്മിൽ കിടന്നുറങ്ങരുത്. അതുപോലെ തന്നെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. പെണ്ണിന്റെ ഔറത്ത് മാത്രമല്ല, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് നോക്കരുത്. ഒരു പുരുഷന്റെ ഔറത്താണല്ലോ അവന്റെ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടക്കുള്ള ആ ഭാഗം. അതുപോലും ഒരാൾ മറ്റൊരാൾ നോക്കരുത്. ഒരാണിനെ നോക്കരുത്. ഒരു പെണ്ണിനെയും അങ്ങനെ ഔറത്ത് നോക്കരുത് എന്ന് കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചു. അതുപോലെ തന്നെ അന്യരായ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ കൂടി ഒരു വീട്ടിലോ ഒരു മുറിയിലോ തനിച്ചിരിക്കാൻ പാടില്ല എന്ന് വിരോധിച്ചു. എന്തിനാണത്? അതിലൊക്കെ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുളിക്കുമ്പോൾ പൊതുസ്ഥലത്ത് വെച്ച് കുളിക്കരുതെന്ന് പറഞ്ഞു. മറയില്ലാത്തിടങ്ങളിൽ വെച്ച് കുളിക്കരുതെന്ന് പഠിപ്പിച്ചു. മറ സ്വീകരിക്കണമെന്ന് കൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് കുളിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു വസ്ത്രം കൊണ്ട് മറയായി സ്വീകരിച്ചു, മറ പിടിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിൽ ഉള്ള ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അവിടെയൊക്കെ ഇസ്ലാം മനുഷ്യർക്ക് അവരുടേതായ ജീവിതത്തിൽ അവർ വെളിവാക്കാൻ പാടില്ലാത്തത് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാകുന്നവരവസ്ഥയില്ലാതിരിക്കാൻ തന്നെയാണ് കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരിങ്ങനെ പരസ്പരം വെളിക്കിരിക്കാൻ പോകാൻ നമ്മുടെ നാട്ടിൽ പറയും. കടപ്പുറത്തും പുറന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്താനം പറഞ്ഞിട്ടിങ്ങനെ ഒരുമിച്ചിരുന്നു കൊണ്ട് ആവശ്യ നിർവഹണം നിർവഹിക്കുന്ന രീതി, അതൊക്കെ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാണെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ സ്ത്രീ പുരുഷ സമ്പർക്കത്തിലും ഔറത്ത് വെളിവാക്കുന്നതിലുമൊക്കെ
യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും എത്രത്തോളം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മാനവ സമൂഹത്തിൻ്റെ ഉന്നതമായ ഏറ്റവും ഉത്തമമായ ഒരു നിലവാരം അവരിൽ നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു തന്നിട്ടുള്ള നിയമങ്ങൾ. അതാണ് അള്ളാഹ് ഇതൊക്കെ വിവരിച്ചു തരികയാണ്. കാരണം അള്ളാഹുവിന് അറിയാം ഏതൊക്കെ നിയമങ്ങൾ എപ്പോഴൊക്കെ ആർക്കൊക്കെ വേണം എന്നുള്ളത്. അഗാധമായ അറിവനുണ്ട്. ഓരോന്നിൻ്റെയും പിറകിലുള്ള യുക്തിയും തത്വവുമൊക്കെ അവന് നന്നായിട്ടറിയാം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ തന്നെ തുടർച്ചയായി വരുന്ന ആയത്തുകളാണ് ഇനിയും വരാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജന്നത്തിൽ ഇടം നൽകുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.